കുഞ്ചന്റെ നാണയങ്ങൾ. ഒരു ദിവസം നമ്മുടെ കുഞ്ചൻ തന്റെ വീട്ടുമുറ്റത്തെ ചാരുകസേരയിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ പിശുക്കനായ പിഷാരടി വലിയൊരു സദ്യ ഒരുക്കുന്നതിന്റെ മണം കാറ്റിലൊഴുകി വന്നു. എന്തൊരു മണം! കുഞ്ചൻ അറിയാതെ പറഞ്ഞുപോയി. ആ മണം പിഷാരടിയുടെ വീട്ടിലെത്തിയപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് കുഞ്ചനോട് ചോദിച്ചു, കുഞ്ച, എന്റെ ഭക്ഷണത്തിന്റെ മണം നീ മോഷ്ടിക്കുകയാണോ? കുഞ്ചൻ ചിരിച്ചുകൊണ്ടെഴുന്നേറ്റു. അയ്യോ പിഷാരടി, ഞാൻ മണം മോഷ്ടിച്ചതല്ല, അത് കാറ്റിലൊഴുകി വന്നതല്ലേ എന്ന് വിനയത്തോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയണ്ട, എന്റെ ഭക്ഷണത്തിന്റെ മണത്തിന് നീ വില തരണം, പിഷാരടി വാശിപിടിച്ചു. ഈ തർക്കം കേട്ട് നാട്ടുകാർ അവരുടെ ചുറ്റും കൂടാൻ തുടങ്ങി. കുഞ്ചൻ ഒട്ടും പേടിച്ചില്ല. അയാൾ തന്റെ കീശയിൽ നിന്ന് കുറച്ച് നാണയങ്ങൾ പുറത്തെടുത്തു. എന്നിട്ട് അവയെല്ലാം ഒരുമിച്ച് കിലുക്കി. കിണിം 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 എന്ന ശബ്ദം അവിടെയെങ്ങും മുഴങ്ങി. ആ നാണയങ്ങളുടെ ശബ്ദം കേട്ട് പിഷാരടിയുടെ കണ്ണുകൾ തിളങ്ങി. ആഹാ, പണം! വേഗം ഇങ്ങോട്ട് തരൂ! അയാൾ പണത്തിനുവേണ്ടി കൈനീട്ടി. കുഞ്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിഷാരടി, നിങ്ങളുടെ സ്വാദിഷ്ടമായ ഭക്ഷണത്തിന്റെ മണത്തിനു പകരമായി എന്റെ നാണയങ്ങളുടെ ഈ മനോഹരമായ ശബ്ദം, അതാണ് വില. കണക്ക് ശരിയായില്ലേ? കുഞ്ചൻ പറഞ്ഞത് കേട്ട് പിഷാരടിക്ക് ഉത്തരം മുട്ടിപ്പോയി. തനിക്കു പറ്റിയ അബദ്ധം അയാൾക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങി. ചുറ്റും കൂടി നിന്ന നാട്ടുകാർ കുഞ്ചന്റെ ബുദ്ധിപരമായ മറുപടി കേട്ട് ചിരിക്കാൻ തുടങ്ങി. അവരുടെ കൂട്ടച്ചിരി കേട്ട് പിഷാരടി നാണിച്ചു തലതാഴ്ത്തി തന്റെ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നുപോയി. അന്നുമുതൽ പിഷാരടി തന്റെ ഭക്ഷണത്തിന്റെ മണം പോലും ആരുമായും പങ്കുവയ്ക്കാൻ മടിച്ചില്ല. കാരണം ചില കാര്യങ്ങളുടെ വില പണം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് അളക്കേണ്ടതെന്ന് അയാൾ ആ ദിവസം പഠിച്ചു.